സിപിഐഎമ്മിനെ എം.എ. ബേബി നയിക്കും. കേരളത്തിന്റെ ശുപാർശ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ചിരിക്കുന്നു. പി ആർ സുനിൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, എം.എ. ബേബി ജനറൽ സെക്രട്ടറി എന്നുള്ള കാര്യത്തിൽ തീരുമാനമായിരിക്കുന്നു അല്ലേ? സുനിൽ, കേൾക്കാമെങ്കിൽ എം.എ. ബേബി ജനറൽ സെക്രട്ടറി സ്ഥാനം ഉറപ്പിക്കുകയാണ് അല്ലേ? തീർച്ചയായും ഇപ്പോൾ ഇന്നലെ ചേർന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ തന്നെ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ തന്നെ ഏതാണ്ട് ഇക്കാര്യത്തിൽ ധാരണയായിരുന്നു. ഏതായാലും ഇന്ന് രാവിലെ വീണ്ടും പോളിറ്റ് ബ്യൂറോ യോഗം ചേർന്ന് എം.എ. ബേബിയുടെ പേരിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി യോഗം ആരംഭിച്ചിരിക്കുന്നു. കേന്ദ്ര കമ്മിറ്റി യോഗത്തിലും സിപിഐഎം പാർട്ടി കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഒരു പാനൽ തന്നെയാണ് മുന്നോട്ട് വെച്ചത്. ആ പാനലിൽ ജനറൽ സെക്രട്ടറിയായി എം.എ. ബേബി തന്നെയാണ് ഉള്ളത്. എം.എ. ബേബിയുടെ പേര് മാത്രമാണ് സിപിഎം ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെച്ചത്. ഏതായാലും അത് അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനം വരികയാണ്. ഏതായാലും എം.എ. ബേബി തന്നെയായിരിക്കും ഇനി പാർട്ടിയെ നയിക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുനിൽ, ഇപ്പോൾ EMS നമ്പൂതിരിപ്പാട്, പ്രകാശ് കാരാട്ട്, അതിനുശേഷം വരുന്ന മലയാളിയായി എം.എ. ബേബി എത്തുകയാണ്. ഇപ്പോൾ പ്രകാശ് കാരാട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ EMS കഴിഞ്ഞാലുള്ള മലയാളി EMS പാർട്ടിയുടെ ചരിത്രത്തിൽ ആകെ 5 ജനറൽ സെക്രട്ടറിമാരാണ് ഉണ്ടായത്. ആദ്യം സുന്ദരയ്യാണെങ്കിൽ അതിനുശേഷം EMS നമ്പൂതിരിപ്പാട്, പിന്നീട് ഹർകിഷൻ സിംഗ് സുർജിത്ത്, പിന്നീട് പ്രകാശ് കാരാട്ട്, സീതാറാം യെച്ചൂരി എന്നിവരാണ് പാർട്ടിയുടെ CPIM രൂപീകരിച്ച ശേഷം പാർട്ടിയെ നയിച്ച നേതാക്കൾ. ഏതായാലും ആ നിരയിൽ ഇപ്പോൾ എം.എ. ബേബി കൂടി വരികയാണ്. കേരളത്തിൽ നിന്ന് EMS നമ്പൂതിരിപ്പാടാണ് മലയാളിയായി ആദ്യമായി CPIM ജനറൽ സെക്രട്ടറിയായ നേതാവ്. അതിനുശേഷം സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയെങ്കിൽ പോലും 2005 ദില്ലി പാർട്ടി കോൺഗ്രസിലാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയി വരുന്നത്. പ്രകാശ് കാരാട്ട് പക്ഷേ പാർട്ടി സെന്ററിൽ നിന്ന് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് വന്ന മലയാളിയാണ്. ഏതായാലും ആ ഒരു നിരയിൽ നോക്കുമ്പോൾ മൂന്നാമത്തെ മലയാളിയാണെങ്കിൽ പോലും കേരളത്തിൽ നിന്ന് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് വരുന്ന രണ്ടാമത്തെ മലയാളിയാണ് എം.എ. ബേബി. ഏതായാലും എം.എ. ബേബിക്ക് വലിയ ദൗത്യം തന്നെയായിരിക്കും പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തിരുന്ന് ഇനി ഉള്ള ദിവസങ്ങളിൽ എന്നത് വലിയ യാതൊരു സംശയവുമില്ല. കാരണം പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പശ്ചിമ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ തന്നെ പാർട്ടി നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം ഇതുവരെ അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയാത്ത സാഹചര്യം, വടക്കേ ഇന്ത്യയിൽ പാർട്ടിക്ക് വളർച്ചയില്ലാത്ത സാഹചര്യം, കേരളത്തിൽ BJPയുടെ വളർച്ച തുടങ്ങി ഒട്ടനവധി സങ്കീർണമായ സംഘടനാപരമായ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ തന്നെ പാർട്ടിക്ക് മുമ്പിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് എം.എ. ബേബി പാർട്ടിയെ നയിക്കാൻ പോകുന്നത്. തീർച്ചയായും മറ്റ് ദേശീയ തലത്തിൽ മതേതര പാർട്ടികളുമായൊക്കെ തന്നെ ആശയവിനിമയം നടത്തേണ്ട രാഷ്ട്രീയ സാഹചര്യം കൂടി എം.എ. ബേബിക്ക് മുമ്പിലുണ്ട്. ഏതായാലും രണ്ടാമത്തെ മലയാളി, EMSന് ശേഷം രണ്ടാമത്തെ മലയാളി എന്ന നിലയിൽ കേരളത്തിന് കൂടി അഭിമാനിക്കാം. എം.എ. ബേബി പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി ആകുന്ന സാഹചര്യത്തിൽ തീർച്ചയായും അല്പസമയത്തിനകം കേന്ദ്ര കമ്മിറ്റി യോഗം സമാപിക്കും. ആ യോഗത്തിൽ വരാൻ പോകുന്ന മറ്റ് നിർണായകമായ തീരുമാനങ്ങൾ, ആരൊക്കെ പുതുതായി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വരുന്നു, ആരൊക്കെ പുതുതായി പോളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നു എന്നതുകൂടി വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഇന്ന് സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള മറുപടിയാണ് ഇന്നത്തെ പാർട്ടി കോൺഗ്രസിൽ പ്രധാനപ്പെട്ട നടപടി. അതിനുശേഷം പുതിയ കേന്ദ്ര കമ്മിറ്റിയെ പാർട്ടി കോൺഗ്രസിൽ പ്രഖ്യാപിക്കും, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളെ പ്രഖ്യാപിക്കും, പുതിയ ജനറൽ സെക്രട്ടറിയെ പ്രഖ്യാപിക്കും. ഏതായാലും ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ എം.എ. ബേബിയുടെ പേര് പ്രകാശ് കാരാട്ടാണ് പ്രധാനമായും മുന്നോട്ട് വെച്ചത്. ബംഗാൾ ഘടകം അതിനോട് വിയോജിച്ചു. അശോക് ദാവളിയെ ജനറൽ സെക്രട്ടറി ആക്കണം എന്നതായിരുന്നു ബംഗാളിൽ നിന്നുള്ള 5 അംഗങ്ങളും പ്രധാനമായും ഈ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ആവശ്യപ്പെട്ടത്. കാരണം ദേശീയ തലത്തിൽ കർഷക പ്രക്ഷോഭത്തിനൊപ്പം തന്നെ നേതൃത്വം നൽകിയ നേതാവ് എന്ന നിലയിൽ അശോക് ദാവളിയുടെ പേര് പരിഗണിക്കണം. മാത്രമല്ല ഹിന്ദി ഭാഷ അറിയാവുന്ന നേതാവ്, ഹിന്ദി ബെൽറ്റിലൊക്കെ തന്നെ പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്താൻ ജനറൽ സെക്രട്ടറിക്ക് ഭാഷ അറിയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ കൂടി പരിഗണിക്കുമ്പോൾ അശോക് ദാവളെ ഏറ്റവും മികച്ച ഒരു നേതാവായിരിക്കും എന്നതാണ് ബംഗാൾ ഘടകം നേതാക്കളൊക്കെ തന്നെ ഇന്നലെ ചേർന്ന പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതേസമയം ആളെന്ന നിലയ്ക്ക് കൂടിയായിരിക്കാം എം.എ. ബേബി കൂടുതൽ സ്വീകാര്യനായത് എന്നുകൂടി കരുതേണ്ടി വരില്ലേ? ഇപ്പോൾ സുനിൽ, ഇപ്പോൾ കേരളത്തിലാണ് പാർട്ടി ഭരിക്കുന്നത്, ആകെ ഭരിക്കുന്നത് കേരളത്തിലാണ്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ കേരളത്തിൽ നിന്ന് വരുന്നു. ഇപ്പോൾ ജനറൽ സെക്രട്ടറിയും കേരളത്തിൽ നിന്നാകുമ്പോൾ കേരളത്തിലെ പാർട്ടി കൂടുതൽ ശക്തമാകുന്നു, അല്ലെങ്കിൽ പാർട്ടി മൊത്തത്തിൽ കേരളം പിടിക്കുന്നു എന്ന രൂപത്തിൽ കൂടി വ്യാഖ്യാനിക്കേണ്ടി വരും.
തീർച്ചയായും കേരളം മാത്രമാണ് ഇപ്പോൾ പാർട്ടിക്ക് കരുത്തുള്ള ഒരു സംസ്ഥാനം. കേരളത്തിൽ അധികാര തുടർച്ച എന്നത് ഈ പാർട്ടി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ടയാണ്, ചർച്ചാ വിഷയമാണ്. അപ്പോൾ കേരളത്തിന് അനുകൂലമായൊരു സംഘടനാ രീതി, സംഘടനാ സംവിധാനം കൂടി വരിക എന്നത് പാർട്ടിയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഏതായാലും ആ ഒരു നിലയിൽ തന്നെയാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എം എ ബേബി കൂടി വരുന്നത് എന്ന കാര്യത്തിൽ ഇതിനു മുൻപുള്ള ജനറൽ സെക്രട്ടറിമാരിൽ നിന്നും അല്പം വ്യത്യസ്തനാണ് അദ്ദേഹം. പ്രത്യയശാസ്ത്ര അവഗാഹത്തിന് പുറമെ അദ്ദേഹം ഒരു സാംസ്കാരിക രംഗത്തോട് അടുത്ത് നിൽക്കുന്ന വ്യക്തിയാണ്. സംഗീതം, ഫുട്ബോൾ എല്ലാ മേഖലകളിലും അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സമിതികളിലുമൊക്കെ പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച ആൾ എന്ന നിലയ്ക്ക് കൂടി അദ്ദേഹം വ്യത്യസ്തരാവുകയാണ് അല്ലേ സുനിൽ? തീർച്ചയായും ദേശീയതലത്തിൽ നമുക്കറിയാം, നേരത്തെ അദ്ദേഹം രാജ്യസഭാ അംഗമായിരുന്ന കാലത്ത് ദേശീയതലത്തിൽ സ്വരലയ രൂപീകരിച്ചത്, സാംസ്കാരിക പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നത്. അങ്ങനെ എം എ ബേബി തീർച്ചയായും ഈ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ നിറഞ്ഞു നിന്ന, അതിനുവേണ്ടി ദേശീയതലത്തിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് എം എ ബേബി. മാത്രമല്ല വിദ്യാഭ്യാസ രംഗത്തൊക്കെ തന്നെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കെ വലിയ മാറ്റങ്ങൾ കേരളത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ച നേതാവ്. അങ്ങനെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച ഒരു നേതാവ് തന്നെയാണ് എം എ ബേബി എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ കുറേ കാലമായി പാർട്ടി സെന്ററിലാണ് എം എ ബേബി പ്രവർത്തിക്കുന്നത്. പ്രത്യേകിച്ച് സംഘടനാപരമായ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്ന ഒരു പ്രവർത്തനങ്ങളിലായിരുന്നു എം എ ബേബി. അതിൻ്റെ ഒരു പരിചയം കൂടി എം എ ബേബിയെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നതിൽ ദേശീയ നേതൃത്വം ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാൻ ദേശീയ നേതൃത്വത്തെ പ്രേരിപ്പിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഏതായാലും സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മറ്റ് ഇതിനു മുൻപുള്ള ജനറൽ സെക്രട്ടറിമാരെ അപേക്ഷിച്ച് തീർച്ചയായും സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ കഴിവ് തെളിയിച്ച, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സംഘാടനത്തിലേക്കൊക്കെ തന്നെ വലിയ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയ പ്രഗത്ഭനായ നേതാവ് തന്നെയാണ് എം എ ബേബി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.